ഇന്ന് നമുക്ക് കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ജ്യോതിർമയും കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ബോഗൻവില്ല എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കാണാതെ പോകുന്ന പെൺകുട്ടികൾ, അതോടൊപ്പം തന്നെ ആക്സിഡന്റ് സംഭവിച്ച നായിക വരയ്ക്കുന്ന ചിത്രങ്ങൾക്കും കാണാതെ പോകുന്ന പെൺകുട്ടികൾക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ റോയ്സും ഭാര്യയായ റീത്തുവും സഞ്ചരിച്ച കാറ് ആക്സിഡന്റ് ആവുകയാണ്. അതും രാത്രി സമയമായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. റീത്ത് തന്റെ 2 മക്കളായ എമ്മയെയും റയാനെയും സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ റീത്തുവാണെങ്കിൽ എന്തൊക്കെയോ മറന്നു പോയതുപോലെ നിൽക്കുന്നു. എന്നിട്ട് വേലക്കാരിയായ രമയോട് വന്നിട്ട് മക്കൾ 2 പേരും സ്കൂളിൽ പോയോ എന്ന് ചോദിക്കുന്ന സമയത്ത് രമ പറയുന്നുണ്ട്, അവരെ 2 പേരെയും ഇപ്പോൾ ചേച്ചിയല്ലേ സ്കൂൾ ബസ് കയറ്റി വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ റീത്തുവാണെങ്കിൽ ഓർമ്മയില്ലാത്തതുപോലെ തന്നെ നിൽക്കുകയാണ്. ആ വീട്ടിലെ ഓരോ റൂമുകളിലും അതിൽ താമസിക്കുന്നവരുടെ പേരാണെങ്കിൽ പുറത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. അതിനുശേഷം റീത്തു സ്റ്റുഡിയോ എന്ന് എഴുതി വെച്ചിരുന്ന റൂമിലേക്ക് കയറും. അത് റീത്തുവിന്റെ റൂമായിരുന്നു. റീത്തുവാണെങ്കിൽ നന്നായിട്ട് പെയിന്റ് ചെയ്യും. അങ്ങനെ പെയിന്റിങ്സ് ഒക്കെ അവിടെയുണ്ട്. മാത്രമല്ല അവിടെ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിക്കുള്ളിൽ എന്തെന്നാൽ റീത്തുവിനെ പറ്റി തന്നെ റീത്തു എഴുതിയിരുന്ന കാര്യങ്ങളായിരുന്നു. അവളുടെ പേരെന്തെന്നും ഭർത്താവിന്റെ പേരെന്തെന്നും ഒക്കെയായിരുന്നു. റീത്തുവിന്റെ ഭർത്താവായ റോയ്സ് ഒരു ഡോക്ടറാണ്. മാത്രമല്ല റീത്തു ഒരു അനാഥാശ്രമത്തിലാണ് വളർന്നതും. അവൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതിനുശേഷം ഉള്ള കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് മറന്നു പോകും. അവൾക്ക് കൂട്ടായി രമ എന്ന് പറഞ്ഞ ജോലിക്കാരിയും അവളുടെ ഭർത്താവായ ഡ്രൈവർ ബിജുവുമാണ് കൂട്ടുള്ളത്. പെയിന്റിംഗ് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന റീത്തുവാണെങ്കിൽ താൻ വരയ്ക്കുന്ന പെയിന്റിംഗ് എല്ലാം ആർട്ട് ഗാലറിയിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. റീത്തുവിനൊപ്പം പോകുന്നത് ജോലിക്കാരിയായ രമയും ഭർത്താവായ ബിജുവുമായിരുന്നു. ആർട്ട് ഗാലറി നടത്തുന്ന ആളാണെങ്കിൽ ആ പെയിന്റിംഗ് എല്ലാം വിറ്റതിന് ശേഷം പൈസയാണെങ്കിൽ റീത്തുവിന് നൽകും. എന്നാൽ തന്റെ പെയിന്റിംഗ് എല്ലാം ആരാണ് വാങ്ങുന്നത് എന്ന സംശയം റീത്തുവിനുണ്ടായിരുന്നു. ആ പെയിന്റിംഗ് എല്ലാം വാങ്ങുന്നത് മറ്റാരുമല്ല, റോയ്സ് ആയിരുന്നു. റോയ്സ് ആ പെയിന്റിങ്ങുമായി നേരെ പോകുന്നത് റോയ്സിന്റെ ഫാം ഹൗസിലേക്കായിരുന്നു. അവിടെ ഒരു റൂമിൽ പെയിന്റിംഗ് കൊണ്ടുവന്ന് വെക്കും. ഇതുപോലെ ഒരുപാട് പെയിന്റിംഗ് അവിടെ ഉണ്ടായിരുന്നു. റീത്ത് വരയ്ക്കുന്ന എല്ലാ പെയിന്റിങ്ങും വാങ്ങുന്നത് റോയ്സ് തന്നെയായിരുന്നു. അങ്ങനെ റോയ്സ് കുറച്ചു സമയം ഫാം ഹൗസിലിരുന്ന് അവിടെ എൻജോയ് ചെയ്തതിനു ശേഷം അവിടെ വിളവെടുത്ത കൃഷി സാധനങ്ങളുമായി നേരെ തന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ റീത്തുവാണെങ്കിലോ തനിക്ക് മറ്റൊരു ചിത്രവും വരയ്ക്കാനായി പറ്റുന്നില്ല, എന്നും ഈ ബോഗൻവില്ല തന്നെയാ മനസ്സിൽ വരുന്നത് എന്ന് പറഞ്ഞ് കരയുകയാണ്. റോയ്സ് ആണ് അവളെ സമാധാനിപ്പിക്കുന്നതും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാത്രി റീത്തുവാണെങ്കിൽ റൂമിലേക്ക് വരും. എന്നിട്ട് റോയ്സിനോട് പറയുന്നുണ്ട്, നമ്മുടെ 2 മക്കളും ഭാവിയിൽ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ ചർച്ചയാണ്. റോയ്സ് ചോദിക്കും, അവരെന്താകണമെന്നാ പറയുന്നത്? അപ്പോൾ റീത്ത് പറയും, എന്തായാലും ഇതുവരെയും ഡോക്ടർ ആകണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് റീത്തുവും ചിരിക്കുകയാണ്. റീത്തുവിന്റെ മനസ്സിലാണെങ്കിലോ ന്യൂസൊക്കെ കണ്ടിട്ട് ഒറ്റപ്പെട്ട വീടുകളിൽ കള്ളന്മാർ കയറുന്നു എന്നുള്ള വാർത്തയൊക്കെ കേട്ടത് റോയ്സിനോട് പറയുകയാണ്. അപ്പോൾ റോയ്സ് പറയും, എന്തായാലും സമാധാനപ്പെട്, നാളെ നമുക്കിവിടെ ക്യാമറ വെക്കാമെന്ന് പറയും. അങ്ങനെ റോയ്സ് പറഞ്ഞതനുസരിച്ച് ക്യാമറ വെക്കുവാനായിട്ട് ആളുകൾ വരികയാണ്. അവരാണെങ്കിൽ അവരുടെ ജോലി നടത്തിക്കൊണ്ടിരിക്കവേ റീത്തുവാണെങ്കിൽ വെള്ളം എടുക്കുവാനായിട്ട് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലേക്കും അവരവരുടെ ജോലിക്കായി എത്തുകയാണ്. എന്നാൽ റീത്തുവാണെങ്കിലോ ആകെ ടെൻഷനിൽ നിൽക്കുകയായിരുന്നു. അവളാണെങ്കിൽ അവർക്ക് നേരെ കത്തിയെടുത്ത് അലറുവാനായും തുടങ്ങി. റോയ്സ് അവളെ സമാധാനിപ്പിക്കുവാൻ നോക്കിയെങ്കിലും റീത്തു ശരിയായില്ല. റോയ്സ് ആണെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചെല്ലാം റീത്തുവിനെ തല്ലി. റീത്തുവാണെങ്കിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തു. റീത്തുവിനെ റോയ്സ് റൂമിലേക്കും കൊണ്ടുവച്ച് കിടത്തി. അതിനുശേഷം പുറത്തേക്ക് വന്ന റോയ്സ് ആണെങ്കിൽ, അത് നിങ്ങൾ പേടിക്കണ്ട, റീത്തുവിന് ഇങ്ങനെ ഉള്ളതാണെന്ന് പറയും. അങ്ങനെ അവർ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തതിനു ശേഷം സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അന്ന് രാത്രി രണ്ടാളും ഉറങ്ങാനായി കിടന്ന സമയം കുറച്ചു സമയം കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ട് റീത്തുവാണെങ്കിൽ ഞെട്ടി ഉണരുന്നു. റീത്ത് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയ സമയത്ത് കണ്ട കാഴ്ച തന്റെ അടുത്ത് കിടക്കുന്ന റോയ്സ് തലപൊട്ടി രക്തം വാർന്നു കിടക്കുന്നതാണ്. അത് കണ്ട് റീത്ത് ഒരുപാട് പേടിക്കും. മാത്രമല്ല അവളുടെ പിന്നിലായി ഒരു കള്ളനുണ്ടായിരുന്നു. ആ കള്ളൻ റീത്തുവിനെ ആക്രമിക്കാനായി വരുന്ന സമയം തന്നെ റോയ്സിന് ബോധം വീണിരുന്നു. റോയ്സ് ആണെങ്കിൽ കള്ളനെ അവിടെ നിന്നും അടിച്ചോട്ടിച്ചു. അതിനുശേഷം അവർ രണ്ടാളും ഹോസ്പിറ്റലിലേക്കും പോയി. റോയ്സിന്റെ തലയിലെ മുറിവ് കുറച്ച് ആഴത്തിനായിരുന്നു. അത് ഡ്രസ്സ് ചെയ്യണമോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്ന സമയത്ത് വേണ്ട, വലുതായി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് റീത്ത് കണ്ട് പേടിക്കുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം റോയ്സ് വീട്ടിലേക്ക് എത്തിയത് ബിജുവിന്റെ കാറിലായിരുന്നു. അത് കാണുന്ന റീത്ത് ചോദിക്കും, നമ്മുടെ കാർ എവിടെ?
അപ്പോൾ റോയ്സ് പറയും നമ്മുടെ കാറ് സർവീസിന് കൊടുത്തിരിക്കുകയാണെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റീത്തു ആണെങ്കിൽ ടിവിയിൽ ന്യൂസ് കാണുകയായിരുന്നു. അതിൽ തമിഴ്നാട്ടിലെ തേനിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ മകളായ ഛായ കുര്യനെ കാണാനില്ല, കുട്ടിക്കാനം കോളേജിലാണ് പഠിക്കുന്നത് എന്നുള്ള വാർത്ത കാണുകയാണ്. അത് കണ്ട റീത്തു ആണെങ്കിലോ രമയോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് രമ പറയും, നമ്മളന്ന് മാർക്കറ്റിൽ പോയപ്പോൾ 2 പോലീസുകാരി ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ടല്ലേ ഇതിനെ കണ്ടിരുന്നു എന്ന് നമ്മളോട് തിരക്കിയത് എന്ന് പറയുന്നു. അത് മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ് ചേച്ചിക്ക് കണ്ടതുപോലെ തോന്നുന്നതെന്നും രമ പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ റീത്തു ആണെങ്കിൽ എന്നും ബോഗൻവില്ലയുടെ പടമല്ലേ വരയ്ക്കുന്നത്. ഇത്തവണ അവളാണെങ്കിൽ സൂര്യകാന്തിയുടെയും മുയലിന്റെയും വവ്വാലിന്റെയും ഒക്കെ പടം വരച്ചിരുന്നു. അത് വീട്ടിൽ വന്ന റോയ്സിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. റോയ്സിനാണെങ്കിൽ അത് കണ്ട് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റോയ്സിന്റെ വീട്ടിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഒരു പോലീസ് ജീപ്പ് വരികയാണ്. പോലീസ് ജീപ്പ് കണ്ടതും രമയാണെങ്കിൽ പേടിച്ചോടും. അതിൽ വന്നത് കുട്ടിക്കാനം SHO സുരേഷും തേനി ACP ഡേവിഡ് കോശിയുമായിരുന്നു. വീട്ടിൽ റോയ്സ് ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറി ചെന്ന ഡേവിഡ് ആണെങ്കിൽ റീത്തുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ റോയ്സ് ആണെങ്കിൽ ഇതെന്റെ ഭാര്യയായ റീത്തു ആണെന്ന് പറയും. അങ്ങനെ റീത്തുവിന് അടുത്തേക്ക് ചെന്നിട്ട് ഛായയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അറിയാം, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡേവിഡ് ചോദിക്കും, കുട്ടിക്കാനത്തുള്ള ആ കോളേജിന്റെ മുന്നിൽ, അതും ഛായ പഠിക്കാൻ പോയ കോളേജിന് മുന്നിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, എന്തിനാണ് അവിടെ പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് റീത്തു ആണെങ്കിൽ ഞാൻ എവിടെ പോയെന്നോ എനിക്കറിയില്ല എന്നൊക്കെയായിരുന്നു അവൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ ഛായയെ കണ്ട ഓർമ്മ അവൾക്കുണ്ട്. പക്ഷെ അവൾ കോളേജിന് മുന്നിൽ പോയതായിട്ടുള്ള ഒരു ഓർമ്മയും അവൾക്കില്ല. ഡേവിഡിന്റെ പല ചോദ്യങ്ങൾക്കും റീത്തുവിനാണെങ്കിലോ ഉത്തരങ്ങളില്ലായിരുന്നു. അവൾ പാനിക്കാകുന്നത് റോയ്സിന് മനസ്സിലായി. വല്ലാതെ റീത്തു ടെൻഷനാകുന്നത് കണ്ട് റോയ്സ് ആണെങ്കിലോ ഡേവിഡിനെ പുറത്തേക്ക് വിളിക്കുകയാണ്. അതേസമയം ഡേവിഡ് ആണെങ്കിൽ സുരേഷിനോട് CC ക്യാമറ ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാനായും പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോയതും. അപ്പോൾ റോയ്സ് പറയുന്നുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട് കോട്ടയത്തുള്ള സൈക്യാട്രിസ്റ്റായ മനു ഡോക്ടറിന്റെ ചികിത്സയിലാണ് റീത്തു. അവൾ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. ഇപ്പോൾ പറയുന്നതെന്നും അവൾക്ക് പിന്നീട് ഓർമ്മ കാണില്ല. 8 വർഷം മുൻപ് ഞങ്ങൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റിലാണ് അവൾക്ക് ഇങ്ങനെ ഓർമ്മ നഷ്ടമായതും കുറച്ചു സമയം മാത്രമേ അവൾക്ക് ഓർമ്മ കാണൂ എന്നുള്ള കാര്യം റോയ്സ് ഡേവിഡിനോട് പറയുന്നു. ഡേവിഡിനാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയുമായി. ഡേവിഡ് പറയും, ഇത് കുറച്ച് ഹൈ പ്രൊഫൈൽ കേസാണ്. നാളെ രാവിലെ 10 മണിക്ക് റീത്തുവിനെയും കൂട്ടി പോലീസ് ക്ലബ്ബിൽ വരണം. വരുന്ന സമയത്ത് മെഡിക്കൽ റിപ്പോർട്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഡേവിഡ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം 10 മണിയായ സമയത്ത് റീത്തുവിനെയും കൂട്ടി റോയ്സ് ആണെങ്കിൽ പോലീസ് ക്ലബ്ബിലേക്കും എത്തി. അങ്ങനെ റീത്തുവിനോട് ഡേവിഡ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്തിനാണ് ഛായ പഠിക്കുന്ന കോളേജിന് മുന്നിലേക്ക് പോയത്, ഛായയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഫോട്ടോ കാണിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ കോളേജിന് മുന്നിലേക്കൊന്നും പോയില്ല, പക്ഷെ ഈ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടി മറ്റൊരു സ്ത്രീയോടൊപ്പം നിന്ന് സംസാരിക്കുന്നതും അവരോടൊപ്പം നടന്നു പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റീത്ത് പറയും. അത് കേട്ട ഡേവിഡ് ചോദിക്കും, ഏതാ ആ സ്ത്രീ? അപ്പോൾ റീത്ത് പറയും, അത് എന്റെ വീട്ടിലെ ജോലിക്കാരി രമ. അപ്പോൾ രമയെ ചോദ്യം ചെയ്യുവാനായിട്ടും ഡേവിഡ് തീരുമാനിക്കുകയാണ്. അങ്ങനെ രമയെയും ഭർത്താവായ ബിജുവിനെയും പോലീസ് ക്ലബ്ബിലേക്ക് വിളിപ്പിച്ചു. രമയോട് ചോദ്യം ചെയ്യുന്ന സമയത്ത് രമ പറയും, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ അതിനോട് സംസാരിച്ചിട്ടുമില്ല. ഈ പറയുന്ന ദിവസം ഞാനും എന്റെ ചേട്ടനും ഞങ്ങളുടെ റിലേറ്റീവിന്റെ കല്യാണത്തിനായി പോയിരുന്നു എന്നും പറയുകയാണ്. അപ്പോൾ ഡേവിഡ് ചോദിക്കും, ഞാൻ എന്നാ വീട്ടിൽ വന്നപ്പോൾ എന്നെ കണ്ട് എന്തിനാ നിങ്ങൾ പേടിച്ചോടിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതെനിക്ക് പോലീസിനെ പേടിയായതുകൊണ്ടാണെന്ന് രമ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ബിജുവിനെയും രമയെയും അവിടെ നിന്ന് പറഞ്ഞുവിടും. ഇതെല്ലാം ശ്രദ്ധിക്കുകയായിരുന്ന റോയ്സ് ആണെങ്കിൽ ഡേവിഡിനോട് പറയും, അന്ന് ആ ആക്സിഡന്റിന് ശേഷം റീത്തുവിന് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. ആ ആക്സിഡന്റിന് ശേഷം അവൾ ആകെ സഹകരിക്കുന്നത് എന്നോടും പിന്നെ ആ ജോലിക്കാരിയായ രമയോടും അവളുടെ ഭർത്താവ് അങ്ങനെ കുറച്ചു പേരോടും മാത്രമാണ്. അവളുടെ ഓർമ്മയിൽ ആകെ ഇത്ര പേർ മാത്രമേ ഉള്ളൂ. അവരെ 2 ദിവസം കാണാതിരുന്നാൽ പിന്നെ അവരെ ഓർമ്മയുമില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ അവർക്കിതുമായൊന്നും ഒരു ബന്ധവും കാണില്ല. കുറച്ചു വർഷങ്ങളായി എനിക്ക് രമയൊക്കെ നന്നായി അറിയാമെന്നും റോയ്സ് പറയുകയാണ്. എന്റെ ഡേവിഡ് ചോദിക്കും, CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറിയതായി കാണുന്നുണ്ടല്ലോ, പിന്നെന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല? അത് കേട്ട റോയ്സ് പറയും, വീട്ടിൽ നിന്നും ഒന്നും മോഷണം പോയില്ല, പിന്നെ പോലീസിൽ അറിയിക്കണ്ടെന്ന് വിചാരിച്ചുവെന്നും റോയ്സ് പറയുകയാണ്. അപ്പോൾ ഡേവിഡ് പറയും, നാളെ 10 മണിക്ക് ഒരു ക്രിമിനോളജിസ്റ്റ് വരും. അവരെ കൊണ്ട് റീത്തുവിനെ ചോദ്യം ചെയ്യിക്കണം. അതുകൊണ്ട് നാളെ 10 മണിക്ക് തന്നെ എത്തണം. നിങ്ങളുടെ വൈഫ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായി എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ പറഞ്ഞു വിടുന്നത്. പക്ഷെ നാളെ ഇത് പറ്റില്ല എന്നും പറയുകയാണ്. അപ്പോഴാണ് കഥയിൽ ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ റോയ്സ് ഒരു സത്യം പറയുകയാണ്. റോയ്സ് ഡേവിഡിനോട് പറയും, ഞങ്ങൾക്ക് കുട്ടികളില്ല, അതെല്ലാം റീത്തുവിന്റെ ഹാലൂസിനേഷൻ ആണ്. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് 8 വർഷങ്ങളായി കുട്ടികളെ ഇല്ല എന്നും പറയുകയാണ്. അത് കേട്ട് ഡേവിഡും ഞെട്ടിപ്പോകുന്നു.
അങ്ങനെ അടുത്ത ദിവസം പറഞ്ഞതുപോലെ തന്നെ റീത്തുവിനെയും കൂട്ടി റോയ്സ് ആണെങ്കിലോ ക്രിമിനോളജിസ്റ്റിനെ കാണുവാനായി എത്തി. മീര എന്നൊരു ക്രിമിനോളജിസ്റ്റാണ് അവിടെ ഉണ്ടായിരുന്നതും. മീരയും ഡേവിഡും ഒക്കെ ചേർന്ന് അന്ന് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ റീത്തുവിനോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. ഡേവിഡ് ചോദിക്കും, അന്ന് നിങ്ങൾ പറഞ്ഞത് ചായയോടൊപ്പം കണ്ടത് രമയാണെന്നല്ലേ? എന്നാൽ രമയും ഭർത്താവും കല്യാണത്തിന് പോയതിന്റെ CCTV ഫുട്ടേജ് നമുക്ക് കിട്ടി. ആ ദിവസങ്ങളിലൊന്നും രമയും ഭർത്താവും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവളോടൊപ്പം കണ്ട ആ ഒരു സ്ത്രീ ആരാണെന്ന് റീത്തുവിനോട് ചോദിക്കുന്ന സമയത്ത് റീത്തുവാണെങ്കിൽ അത് ആലോചിച്ചെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അവളുടെ ആ ഒരു മെന്റൽ സ്ട്രെസ് ഒക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ റീത്തുവിനെ പുറത്തിറങ്ങിയ റീത്തുവാണെങ്കിലോ ആ സ്ത്രീ ആരാണെന്ന് ആലോചിച്ചെടുക്കുവാനായി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീയെ കാണിക്കുന്നു. അത് മറ്റാരുമല്ല, റീത്തു തന്നെയായിരുന്നു. അതിനുശേഷം റോയ്സ് നേരെ പോയത് ബിജുവിനെയും രമയെയും കാണാനായിട്ടായിരുന്നു. രമയുടെ പേര് പറഞ്ഞതിൽ രണ്ടാൾക്കും നല്ല ദേഷ്യമുണ്ടായിരുന്നു. റോയ്സ് എന്നിട്ട് പറയും, നിങ്ങൾക്കാണെങ്കിൽ റീത്തുവിന്റെ അസുഖം എന്താണെന്ന് അറിയത്തില്ലേ? അവൾക്ക് നിങ്ങളല്ലാതെ മറ്റാരെയും പരിചയമില്ല. നിങ്ങൾക്ക് അവളെ വർഷങ്ങളായിട്ട് അറിയാവുന്നതല്ലേ? അതുകൊണ്ട് ഈ ഒരു തവണത്തേക്ക് അവളോടൊന്ന് ക്ഷമിക്കണം. ഇനി ഇങ്ങനൊരു സംഭവം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ബിജു പറയുന്നുണ്ട്, സാറേ നിങ്ങളൊക്കെ ഒരുപാട് കാശുള്ളവരാ, എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഊരിപ്പോകും, ഞങ്ങൾക്ക് അങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന സമയത്തും റോയ്സ് പറയും, ഈ ഒരു തവണത്തേക്ക് മാത്രം ഒന്ന് ക്ഷമിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ് റോയ്സ്. അങ്ങനെ ഇരിക്കെ ഒരു പാലത്തിനടിയിൽ നിന്നും റോയ്സിന്റെ വീട്ടിൽ മോഷ്ടിക്കാനായി കയറിയ കള്ളന്റെ ഡെഡ് ബോഡി കിട്ടുകയാണ്. മാത്രമല്ല ഡെഡ് ബോഡിക്ക് അടുത്ത് നിന്നും ഒരു ബ്രേസ്ലെറ്റും കിട്ടുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് റീത്തുവും രമയും ചേർന്ന് കാറിലൊക്കെ റീത്തുവിന്റെ ബ്രേസ്ലെറ്റ് അന്വേഷിക്കുകയാണ്. അവളുടെ ബ്രേസ്ലെറ്റും കാണാതെ പോയിരുന്നു. അപ്പോൾ രമ പറയുന്നുണ്ട്, ചേച്ചി കാറിലല്ലേ ബ്രേസ്ലെറ്റ് പോയെന്ന് പറയുന്നത്? കാർ സർവീസ് ചെയ്യാൻ കൊടുത്തെന്നല്ലേ സാറ് പറഞ്ഞത്? നമുക്ക് അവിടെ പോയി അന്വേഷിച്ചാലോ എന്ന് ചോദിച്ച് സർവീസ് സെന്ററിലേക്കും പോയി. അപ്പോഴാണ് അവരൊരു കാര്യം അറിഞ്ഞത്. 4 മാസമായിട്ട് റോയ്സിന്റെ കാർ ഇവിടെ സർവീസ് ചെയ്യാൻ വന്നിട്ടേയില്ലെന്ന്. റീത്തുവിനൊക്കെ ആകെ സംശയമായി. അപ്പോൾ രമ പറയും, എങ്കിൽ നമുക്ക് ലാസ്റ്റ് ഹോസ്പിറ്റലിലല്ലേ പോയെന്ന് പറഞ്ഞത്, അവിടെ പോയി അന്വേഷിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലേക്കും പോയി. അവിടുത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോഴാണ് അവരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ചയും അവർ കാണുന്നത്. എന്തെന്നാൽ അന്ന് കാർ ഓടിച്ചത് റീത്തുവായിരുന്നു. റീത്ത് ചോദിക്കും, എനിക്ക് കാർ ഓടിക്കാൻ അറിയാമോ രമേ? അപ്പോൾ രമ പറയും, ഞാനും അതാ ചേച്ചി ആലോചിക്കുന്നത്. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന റോയ്സിനെ ആയിരുന്നു. റോയ്സിനെ കണ്ടതും റീത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കാർ എവിടെയാ സർവീസിന് കൊടുത്തത്? അപ്പോൾ റോയ്സ് പറയും, അത് നമ്മൾ എന്നും കൊടുക്കുന്ന സ്ഥലത്ത്. എന്നാൽ അവിടെ ചെന്നിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. അത് കേട്ട് റോയ്സ് പറയും, അത് ഞാൻ പറയാത്തതാ, കാറിൽ ബ്ലഡ് ആയതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ലോക്കൽ സർവീസ് സെന്ററിൽ കൊടുത്തത്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എനിക്ക് കാർ ഓടിക്കാൻ അറിയാമോ? അത് കേട്ട റോയ്സ് പറയും, ഓടിക്കാൻ അറിയാമല്ലോ, ഞാനല്ലേ പഠിപ്പിച്ചത് എന്നാണ് അവൻ പറഞ്ഞതും. അപ്പോൾ റീത്ത് ചോദിക്കും, അന്നിവിടെ കള്ളൻ കയറിയല്ലേ, എന്നോട് എന്താ അതൊന്നും പറയാത്തത് എന്ന് ചോദിക്കുകയാണ്. അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. അന്ന് അവരുടെ വീട്ടിൽ കള്ളൻ കയറിയിരുന്നു. റീത്ത് ഉണർന്നു നോക്കിയപ്പോൾ കാണുന്നത് ബെഡിൽ ചോര ഒലിച്ചു കിടക്കുന്ന റോയ്സിനെയായിരുന്നു. അത് കണ്ട് പേടിച്ച റീത്തു ആണെങ്കിൽ പിറകിലേക്ക് മാറിയതും കള്ളൻ അവളുടെ കഴുത്തിൽ പിടിക്കുവാനായി വന്നു. അത് കണ്ട് ഉണർന്ന റോയ്സ് ആണെങ്കിൽ കള്ളനെ അവിടെ നിന്നും അടിച്ചു ഓടിച്ചു. എന്നാൽ കള്ളനാണെങ്കിൽ അവിടെ നിന്നും ഓടി നേരെ ചാടിയത് ഇതേ പാലത്തിലേക്കായിരുന്നു. എന്നാൽ റോയ്സ് ആണെങ്കിലോ തല പൊട്ടി ചോര ഒലിക്കുന്നതിന് കാറുമെടുത്ത് കള്ളന്റെ പിന്നാലെ പാഞ്ഞു. പക്ഷെ പകുതി വഴിയിൽ വെച്ച് അവനാണെങ്കിൽ ബോധവും നഷ്ടമായിരുന്നു. അപ്പോൾ കാർ എടുത്തത് റീത്തുവായിരുന്നു. റീത്തുവാണ് നേരെ റോയ്സിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്നാൽ മറ്റൊരു വശത്ത് ഡേവിഡ് ആണെങ്കിലോ ഇതുവരെയും മിസ്സായ എല്ലാ പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസുമായിട്ട് റീത്തുവിനെ കാണാനായി എത്തുകയാണ്. കൂടെ മീരയും സുരേഷും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് റീത്തുവിനോട് വീണ്ടും അതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ കള്ളന്റെ ഫോട്ടോ കാണിച്ചിട്ട് അറിയുമോ എന്ന് ഡേവിഡ് ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു റീത്തുവിന്റെ മറുപടിയും. എന്നാൽ കള്ളൻ അടുത്ത് നിന്ന് കിട്ടിയ കൈചെയിൻ കാണിച്ചിട്ട് ഇതറിയുമോ എന്ന് ചോദിച്ചപ്പോൾ റീത്ത് തന്റെ കയ്യിലേക്ക് നോക്കി അറിയില്ലെന്നും പറയുന്നു. റീത്തുവിന്റെ കയ്യിൽ അതേ ചെയിൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്നു എന്ന് പറഞ്ഞ് റീത്ത് പുറത്തേക്ക് പോയി. ഇത് ഡെയിലി റൊട്ടീനാണോ എന്ന് മീര ചോദിക്കുമ്പോൾ അതേ എന്നായിരുന്നു റോയ്സിന്റെയും മറുപടി. റീത്തുവിന്റെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് റോയ്സ് പറയുമ്പോൾ ഡേവിസ് പറയും, അതുകൊണ്ടാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാത്തത്. റീത്തുവിന്റെ കയ്യിലെ ചെയിനിന്റെ കഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കള്ളനൊന്നും മോഷ്ടിച്ചില്ല എന്നായിരുന്നു ഞാൻ കരുതിയത്. പിന്നെ ആ ചെയിൻ മിസ്സായ കാര്യം മനസ്സിലായേ. റീത്ത് വല്ലാത്ത ടെൻഷനിലായപ്പോൾ ഞാൻ അതുപോലൊന്ന് വാങ്ങി നൽകിയതാണെന്ന് റോയ്സ് പറയും. ഡേവിഡ് പറയും, കാണാതെ പോയത് ഒന്നല്ല 3 പെൺകുട്ടികൾ. ചായയെ കൂടാതെ ഋഷിക, ജെന്നിഫർ. ഇവർ കാണാതായ സ്ഥലത്ത് റീത്തുവിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് 3 പേരുടെയും ഫോട്ടോ കാണിച്ചു. റീത്തുവിനെ കാണിച്ചിട്ട് ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു റീത്ത് പറഞ്ഞതും.
എന്നാൽ ഇവരുമായി റീത്തുവിന് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം ബോഗൻവില്ലയുടെ ചിത്രം മാത്രം വരച്ചിരുന്ന റീത്തു ആണെങ്കിലോ സൂര്യകാന്തിയുടെയും വവ്വാലിന്റെയും മുയലിന്റെയും ചിത്രങ്ങൾ വരച്ചു. ഇത് മൂന്നും കാണാതായ പെൺകുട്ടികളുടെ ഉടുപ്പിലുണ്ടായിരുന്ന ചിത്രങ്ങളായിരുന്നു. റീത്തുവിനെ പുറത്താക്കിയ ശേഷം മീര പറയും, റീത്തുവിനെ സൈക്കോളജിക്കൽ അനാലിസിസ് ചെയ്യുവാനായി പോവുകയാണ്, പേടിക്കാൻ ഒന്നുമില്ല എന്ന് മീര പറയുമ്പോൾ എന്ത് വേണമോ ചെയ്തോ, പക്ഷേ ഞങ്ങൾക്ക് കുട്ടികളില്ല എന്ന കാര്യം മാത്രം അവളോട് പറയരുത്. അവളും ആ വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്ന് റോയ്സ് പറയും. അതവർ സമ്മതിച്ചു. അടുത്ത ദിവസം റീത്തുവിനെ സൈക്കോളജിക്കൽ അനാലിസിസിനായി കൊണ്ടുപോവുകയാണ്. 3 പെൺകുട്ടികളെയും പറ്റി ചോദിക്കുമ്പോൾ റീത്തു വല്ലാതെ ടെൻഷൻ ആകുവാനായും തുടങ്ങി. റീത്തുവിന് എന്തൊക്കെയോ അറിയാമെന്ന് സംശയം തോന്നിയ മീരയാണെങ്കിൽ ആ പെൺകുട്ടികൾ മിസ്സായ സ്ഥലത്തെല്ലാം റീത്തുവിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. റീത്തുവിന്റെ ചിത്രങ്ങൾ വിൽക്കുന്ന ആർട്ട് ഗാലറിയിലേക്ക് പോയി. ആരാണ് ചിത്രങ്ങൾ വാങ്ങുന്നത് എന്ന് തിരക്കുമ്പോൾ അതൊരു ഡോക്ടറാണെന്ന് അയാൾ പറഞ്ഞു. റോയ്സ് എവിടെയുണ്ടാകും എന്ന് തിരക്കിയ മീര നേരെ പോയത് റോയ്സിന്റെ ഫാം ഹൗസിലേക്കായിരുന്നു. റോയ്സിനോട് ആർട്ട് ഗാലറിക്കാരനുമായി എന്താണ് ബന്ധമെന്ന് തിരക്കുമ്പോൾ അയാൾ റീത്തുവിന്റെ ചിത്രങ്ങൾ 3000 രൂപയ്ക്ക് വാങ്ങും, ഞാൻ 4000 രൂപയ്ക്ക് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ട് വെക്കുമെന്നും റോയ്സ് പറയുകയാണ്. റീത്തുവിന്റെ ചിത്രങ്ങൾ കാണാനെത്തിയ മീരയാണെങ്കിലോ ഫാം ഹൗസിലെ ബോഗൻവില്ലയും കാണുന്നു. റീത്ത് വരയ്ക്കുന്നത് ഈ ബോഗൻവില്ലയാണോ എന്ന് തിരക്കുമ്പോൾ ചിലപ്പോൾ ആവാം, ആക്സിഡന്റിന് മുമ്പ് അവൾ എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് റോയ്സ് പറയും. അതേസമയം തന്നെ ഫാമിലെ പന്നികൾ കരയുന്ന ശബ്ദം കേട്ട് പേടിച്ച മീര അവിടെ നിന്നും പോകുന്നു. റീത്തു എന്നും ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതി കട്ടിലിനടിയിലേക്ക് വെക്കും. ആ നോട്ട്സ് അടുത്ത ദിവസം റോയ്സ് എടുത്ത് നോക്കുമ്പോഴോ കുട്ടികളുടെ റൂമിൽ വെച്ചിരുന്ന മുയലിന്റെയും വവ്വാലിന്റെയും ചിത്രങ്ങളൊക്കെ മീര കൊണ്ടുപോയി. ഞങ്ങൾക്ക് കുട്ടികളില്ല എന്ന് മീര പറഞ്ഞു എന്നതായിരുന്നു ആ നോട്ട്സിൽ. അത് റോയ്സ് എടുത്ത് മാറ്റുകയും ചെയ്തു. അത് നോക്കിക്കൊണ്ട് നിൽക്കവേ തന്നെ ഡേവിഡ് ആണെങ്കിൽ വീട്ടിലേക്ക് വരും. എന്നിട്ട് റീത്തുവിനോട് അവസാനം എപ്പോഴാ മീരയെ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെയാണ്, പിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും റീത്ത് പറയുകയാണ്. മീര ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. ഒരു കാറ് വന്ന് ഹോൺ അടിച്ചു. അത് നോക്കാനായി പോയ മീര പിന്നെ തിരികെ വന്നിട്ടില്ല എന്ന് മീരയുടെ അച്ഛൻ പറഞ്ഞുവെന്നും ഡേവിഡ് പറഞ്ഞു. ഡേവിഡ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ റോയ്സ് ആണെങ്കിൽ ഫാമിലെ കുരുമുളകെല്ലാം വിളവെടുത്തു എന്ന് പറഞ്ഞ് അവിടേക്ക് പോകും. അതിനുശേഷം കാണിക്കുന്നത് റോയ്സിന്റെ കുട്ടിക്കാലമാണ്. റോയ്സിന്റെ ഫാം വല്യപ്പച്ചന്റേതാണ്. വല്യപ്പച്ചൻ ആ നാട്ടിലെ പേര് കേട്ടൊരു പ്രമാണിയായിരുന്നു. ആ നാട്ടിലുള്ള ഒരുവിധ സ്വത്തെല്ലാം വല്യപ്പച്ചനുള്ളതായിരുന്നു. വല്യപ്പച്ചൻ ഏത് പെണ്ണിനെയും ഏത് രാത്രിയിലും തന്നോടൊപ്പം കിടക്ക പങ്കിടാനായി കൊണ്ടുപോകുമായിരുന്നു. അതിന് സമ്മതിക്കാത്തവരെയൊക്കെ അടിച്ചു കൊന്ന് വെട്ടിക്കണ്ടിച്ച് അത് പട്ടിക്കും പന്നിക്കും ഒക്കെ ഇട്ടുകൊടുക്കും. അതൊക്കെ കുട്ടിയായിരുന്ന റോയ്സും കാണുന്നുണ്ടായിരുന്നു. വല്യപ്പച്ചനോടൊപ്പം എന്നും പോകുന്നത് വേലക്കാരി ജാനുവായിരുന്നു. അവരുടെ പരിപാടികളെല്ലാം കുട്ടിയായിരുന്ന റോയ്സ് കാണുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ജാനു ആണെങ്കിൽ കുട്ടിയായ റോയ്സിനെയും തന്റെ ആഗ്രഹം നിറവേറ്റാനായി കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ വളർന്നു വലുതായ റോയ്സ് ആണെങ്കിലോ തന്റെ വല്യപ്പച്ചന്റെ സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീ വിഷയങ്ങളിൽ മുന്നിലായിരുന്നു റോയ്സ്. മീരയെ കടത്തിക്കൊണ്ടു പോയത് മറ്റാരുമല്ല, റോയ്സ് ആയിരുന്നു. റോയ്സ് ഒരു സൈക്കോയാണ്. ഫാമിൽ ആരും കാണാത്ത വിധം അവളെ ചങ്ങലയിട്ട് ബന്ധിച്ചു കിടത്തിയിരിക്കുകയാണ്. മറ്റൊരു വശത്ത് റീത്തുവിനെ കാണിക്കും. റീത്തുവാണെങ്കിൽ മീര വന്ന ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുവാനായും ശ്രമിക്കുകയാണ്. രമയോട് പറഞ്ഞ് CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്തതിൽ മീര വന്നിട്ട് പോയതിന്റെയും പിന്നെ റീത്തുവിനെയും കൂട്ടി റോയ്സ് പുറത്തു പോയിട്ട് വന്ന് റോയ്സ് ഫാം ഹൗസിലേക്ക് പോയതിന്റെയും വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ബിജുവിനെയും വിളിച്ച് രമയും റീത്തുവും രാത്രി തന്നെ ഫാം ഹൗസിലേക്കും പോകും. പോകുന്ന വഴിയിൽ മീരയുടെ വീടിന് മുന്നിൽ എത്തിയപ്പോൾ റീത്തു ആണെങ്കിൽ കാർ നിർത്തുവാനായും പറഞ്ഞു. രമ പോയി അന്വേഷിച്ചപ്പോൾ മീര കാറിന്റെ ഹോണടി ശബ്ദം കേട്ടാണ് ഇറങ്ങിപ്പോയതെന്ന് അച്ഛൻ പറഞ്ഞ കാര്യം രമ വന്ന് പറയും. അപ്പോൾ മീരയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. അന്ന് രാത്രി റോയ്സ് കാറുമായി മീരയുടെ വീടിന് മുന്നിൽ വന്നു. റീത്തുവിനെ കൊണ്ട് മീരയെ വിളിപ്പിച്ചു. മീര ഇറങ്ങി വന്നതും റോയ്സ് ആണെങ്കിൽ മീരയ്ക്ക് മേൽ മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ നൽകി കാറിലിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഫാമിലേക്കാണ് കൊണ്ടുവന്നതും. എന്നിട്ട് റീത്തുവിനെ നേരെ വീട്ടിലേക്കും കൊണ്ടുവന്നു. അതാണ് അന്ന് സംഭവിച്ചതും. റീത്തുവും രമയും ഒക്കെ ഫാമിലേക്ക് വന്ന കാറിന്റെ ശബ്ദം കേട്ട് റോയ്സ് ആണെങ്കിൽ മീരയെ മയക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകിയിട്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അകത്ത് കയറിയ റീത്തുവാണെങ്കിൽ മീരയെ കാണാനില്ല റോയ്ച്ച എന്ന് പറയും. അവരെ അകത്തിരുത്തി ബിജുവിനെ കാണാനായി പോകുന്ന റോയ്സ് കതകം പൂട്ടിയിട്ടാണ് പോയതും. ബിജുവിനടുത്തെത്തി അവരെ കൊണ്ടുവന്നതിന് ബിജുവിനെ തല്ലും. എന്നിട്ട് കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് അതുകൊണ്ട് ബിജുവിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അത് കണ്ട റീത്തുവാണെങ്കിൽ കതക് പൊളിച്ച് പുറത്തേക്കും വന്നു. രമ കരഞ്ഞുകൊണ്ട് ഓടി വന്നപ്പോൾ റോയ്സിന്റെ ഒരിടിക്ക് രമയുടെ ബോധവും പോയി. ഉടനെ തന്നെ റീത്തുവിനെ അകത്തേക്കും കൂട്ടിക്കൊണ്ടു പോകും. റീത്തുവിനെ ഉപയോഗിച്ചാണ് റോയ്സ് പെൺകുട്ടികളെ എല്ലാം കടത്തിക്കൊണ്ടിരുന്നതും. അക്കാര്യം റീത്തു മറക്കാനായി ഓരോ തവണയും പെൺകുട്ടികളെ കടത്തി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ റീത്തുവിന്റെ തല ബാത്ടബിലെ വെള്ളത്തിൽ മുക്കും. അതോടെ അവളുടെ ഓർമ്മയും പോകും.
ചായയും ഋഷികയും ജെന്നിഫറും ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളെ റോയ്സ് കടത്തിയിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വെട്ടി കഷ്ണങ്ങളാക്കി പട്ടിക്കും പന്നിക്കും ഇട്ടുകൊടുക്കും. താൻ നടത്താറുള്ള കൊലപാതകങ്ങളുടെ ഓർമ്മയ്ക്കായി റോയ്സ് ആണെങ്കിൽ പെൺകുട്ടികളുടെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ റീതുവിനെ മീരയ്ക്ക് അടുത്തേക്കും കൊണ്ടുവരികയാണ്. എന്നിട്ട് റീതുവിനെ കൊണ്ട് മീരയെ ഇഞ്ചക്ഷൻ ചെയ്യിക്കുവാനായി നോക്കുമ്പോൾ റീതു ഉടനെ തന്നെ ആ സിറിഞ്ചെടുത്ത് റോയ്സിന്റെ കാലിൽ കുത്തും. അതേസമയം തന്നെ മീരയ്ക്ക് ബോധം വരികയും തന്നെ കെട്ടിയിരുന്ന ചങ്ങല റോയ്സിന്റെ കഴുത്തിൽ കുരുക്കുകയും എന്നിട്ട് റീതുവിനോട് പോലീസിനെ വിളിക്കുവാനായും പറയും. അതിനായി പോകുന്ന റീതുവിനെ റോയ്സ് ആണെങ്കിൽ തോക്കുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി. എന്നാൽ ആ തോക്കെടുത്ത റീതു ആണെങ്കിൽ റോയ്സിനെ വെടിവെക്കുവാനായി നിൽക്കും. രമയും അവിടെ ഉണ്ടായിരുന്നു. രമയ്ക്കും ബോധം വന്നിരുന്നു. പിന്നീട് നടന്നത് 3 സ്ത്രീകളുടെ പോരാട്ടമായിരുന്നു. റീതു എന്തായത്, ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, നമ്മുടെ കുട്ടികളെ ഓർക്കണമെന്ന് റോയ്സ് പറയുമ്പോൾ എനിക്ക് കുട്ടികളില്ല റോയ്ച്ച, എന്നോട് മീര പറഞ്ഞുവെന്ന് പറഞ്ഞ് റോയ്സിനെ റീതു വെടിവെച്ചു. പക്ഷെ റോയ്സ് മരിച്ചിട്ടില്ല. പോലീസ് എത്തി റോയ്സിനെയും മീരയെയും റീതുവിനെയും രമയെയും ഒക്കെ കൂട്ടിക്കൊണ്ടു പോകും. അടുത്ത ദിവസം റീതുവിനെയും മീരയെയും ഇരുത്തിയിട്ട് ഡേവിഡ് തന്റെ കണ്ടെത്തലുകളൊക്കെ പറയും. യഥാർത്ഥത്തിൽ റീതു റോയ്സിന്റെ ഭാര്യയല്ല. റോയ്സ് ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരാളായിരുന്നു റീതു. വരുന്ന വഴിയിൽ ആക്സിഡന്റ് സംഭവിച്ചു. പിന്നെ റീതുവിനെ കൊല്ലാത്തതിന് കാരണം അന്ന് ആക്സിഡന്റിൽ റീതുവിന്റെ ഓർമ്മ നഷ്ടമാകുന്ന കാര്യം റോയ്സിന് അറിയാമായിരിക്കാം. അതുകൊണ്ടാണ് ഓരോ പെൺകുട്ടികളെയും റീതുവിനെ ഉപയോഗിച്ച് കടത്തിയിട്ട് റീതുവിനെ ബാത്ത് ടബിൽ മുക്കുന്നതും. പേടിപ്പിക്കുന്ന ഇൻസിഡന്റ് ഉണ്ടായാൽ അതുവരെ നടന്നതെല്ലാം റീതു മറക്കുമെന്ന് റോയ്സിന് നന്നായി അറിയാം. റീതുവിന്റെ പേര് എസ്തർ ഇമ്മാനുവൽ എന്നാണെന്ന് പറഞ്ഞ് ഫാം ഹൗസിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം റീതുവിന് കാണിച്ചു കൊടുത്തു. അടുത്ത ദിവസം ജയിലിലായിരുന്ന റോയ്സിനെ കാണാനെത്തുകയാണ് റീതു. നിങ്ങളുടെ ഓർമ്മ മരവിക്കാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കുരിശു വരച്ച് കിടന്നോ എന്ന് പറഞ്ഞിട്ട് റീതു അവിടെ നിന്ന് പോകുന്നു. അതോടെ സിനിമയും അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.